തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 11 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ 2 കൊറിന്ത്യർ ലേഖനം 11 അധ്യായം 7 മുതൽ 15 വരെയും മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 10 അധ്യായം 28 മുതൽ 30 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ദൈവത്തെ ആരാധിക്കുകയാണ് പരമമായ ധർമ്മം. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ദൈവാരാധനയുടെ ഭാഗമായി പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളെ, ജീവിതത്തിന്റെ പ്രയോഗ വഴികളെ മുഴുവൻ ദൈവാരാധനയാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ എളുപ്പത്തിലാണ് ക്രിസ്തുവിന്റെ ഉത്തരം: സഹോദരനെ സ്നേഹിക്കുക. അവരനെ സ്നേഹിക്കുമ്പോൾ, അവരിനു വേണ്ടി ജീവിക്കുമ്പോൾ, അവരിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ നിശ്ചയമായിട്ടും പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും സഹോദര സ്നേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. സുവിശേഷം ഇന്ന് നമ്മോട് പറയുകയാണ്, അപ്രകാരം പോകണമെങ്കിൽ എന്താണ് നിലപാടായിട്ട് മാറേണ്ടത്? സുവിശേഷത്തിൽ നീപഞ്ചൻ ചോദിക്കുന്നുണ്ട്, ആരാണ് അയൽക്കാരൻ? ക്രിസ്തു പറയുന്നത് ജെറീക്കോയിലേക്ക് പോകും വഴി കവർച്ചക്കാരുടെ കയ്യിൽ പെട്ട ഒരാളെക്കുറിച്ചാണ്. നമ്മുടെ മുൻപിൽ വേദനിക്കുന്നവരെയും തകർന്നവരെയും ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയവരെയും കാണണമെന്നതിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ, ഇപ്രകാരം മുറിവേൽപ്പിക്കപ്പെട്ട ഒരുവൻ അയൽക്കാരനായിട്ട് മാറണം. നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെയൊക്കെ സ്ഥിതി എന്താണ്? അതായത് എനിക്ക് താല്പര്യമുള്ളവരുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ മമതയുടെ പേരിലുള്ള ബന്ധമാണ്. അവരെന്നെ ഒരു സമ്പൂർണ്ണാവസ്ഥയെ ക്രിസ്തുവായിട്ട് കാണാനൊന്നും കഴിയുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്? നമ്മുടെ വേണ്ടപ്പെട്ടവർ, സ്നേഹിക്കാൻ താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ, അങ്ങനെ പലയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ വ്യക്തിപരമല്ലാത്ത ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്വഭാവേന കാണാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്? സ്വന്തം ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതർ, അങ്ങനെ പറയുന്ന തൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരും തന്നോട് മമതയുള്ളവരുമായ ഒരു ചുറ്റുവട്ടത്തുള്ള കുറേ ആളുകളെ നാം നമ്മുടെ സ്വന്തമായിട്ട് കാണുന്നു. അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ളവരുടെ മുഖം കറുത്ത് മറുപടി പറയാൻ നമ്മൾ തയ്യാറല്ല. കാരണം അവരുടെ സ്നേഹത്തിലാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അത് അവനവനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരോട് നാം സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവനവനെ പ്രതി അല്ലാണ്ടായി മാറണമെങ്കിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തടത്ത് സ്നേഹം കൊടുക്കാൻ പറ്റണം. ഈ കവർച്ചക്കാരൻ പിടിച്ച ഈ പറഞ്ഞ ജെറിക്കോയിൽ കിടക്കുന്ന ആ സാധു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയാത്രക്കാരനായ ഒരു സമരിയാക്കാരൻ, ആ സമരിയാക്കാരൻ തിരികെ ഒന്നും കിട്ടാനില്ല, നന്മയൊന്നും കിട്ടാനില്ല, എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. അവരിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതിലാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രവാഹമുള്ളതെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളവരെയാണ്. ആ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കുന്ന പ്രതീക്ഷ. ആ തിരിച്ചു പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുറപ്പുള്ള സമയത്തും സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ അയൽക്കാരനോടുള്ള സ്നേഹം. അപ്രകാരം അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് ദൈവാരാധനയുടെ ഭാഗമായിട്ട് മാറുമെന്നാണ് ക്രിസ്തു എന്ന് വചനത്തിൽ പഠിപ്പിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കകത്തോ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലോ നാം ഇന്ന് പുലർത്തുന്ന സ്നേഹബന്ധങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അത് സ്വഭാവേന നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഞാൻ അവരെന്നെ സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിക്കും, അങ്ങനെ പരസ്പരം സ്നേഹത്തിലായിരിക്കും, ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന അവനവൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നമ്മളിത് ചെയ്യുമ്പോൾ, നമുക്ക് പുറത്തുള്ളവർക്ക് ചെയ്യുമ്പോൾ, നമ്മളെ എതിർക്കുന്നവർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുമായി നേരിട്ട് ബന്ധമില്ലാത്ത, തിരികെ തരാൻ ശേഷിയില്ലാത്തവർക്ക് നാം സഹായം ചെയ്യുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ബാഹ്യമായ, ഭൗതികമായ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സൗഖ്യാനുഭവം നമുക്ക് കിട്ടുന്നില്ല. അവിടെയാണ് നിത്യതയിൽ അത് ഗുണപ്രദമായിട്ട് മാറുക എന്ന് വചനം നമ്മോട് പറയുന്നു. പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. കൊറിന്തോസിലുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചത് പ്രതിഫലേച്ഛയുടെ കൂടിയല്ല, നിങ്ങളൊന്നും വാങ്ങിയിട്ടല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ കൈപ്പറ്റിയിട്ടില്ല, മക്കെദോന്യക്കാരാണ് എന്നെ സഹായിച്ചത്. അങ്ങനെ പറയുന്ന ശ്ലീഹ ആ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നതുകൊണ്ടാണെന്ന് കരുതരുതെന്നാണ്. ആ സ്നേഹം ഏകപക്ഷീയമായി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതെന്നാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ശ്ലീഹ. തിരികെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ കാണേണ്ട ഒരു ഭാവത്തെക്കുറിച്ചാണ് ശ്ലീഹ പറയുക. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നത് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ നിങ്ങളുടെ സ്നേഹമോ പ്രശംസയോ ആഗ്രഹിച്ചുകൊണ്ടല്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ സ്നേഹത്തെ പ്രതിയുള്ള പ്രവൃത്തി അവരന് സ്നേഹമായിട്ട് അനുഭവപ്പെടണമെന്ന് ശ്ലീഹ താല്പര്യപ്പെടുന്നു.
അതുകൊണ്ട് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വ്യതിരക്തതയെ സ്ലേഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ കപടാപ്പസ്തലന്മാരെ പോലെയല്ല, വ്യാജമായിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം അർപ്പിച്ചുകൊണ്ടാണ്. സ്ലേഹ അത് ഉറപ്പോടെ നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു നിലപാടാണത്. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരിന് വേണ്ടി ആയിത്തീരാനുള്ള ഒരു ജീവാർപ്പണത്തിൻ്റെ വഴിയാണ് സുവിശേഷ പ്രഘോഷണമെന്നാണ് സ്ലേഹ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നിസ്വാർത്ഥമായി അല്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്നവരെക്കുറിച്ച് കാപഢ്യമുള്ളവരെന്നാണ് സ്ലേഹ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് പറയണം, അവരുടെ പോലെയല്ല ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ വഞ്ചനയാണെന്നാണ് സ്ലേഹ പറയുക. എന്നിട്ട് സ്ലേഹ പറയുന്നുണ്ട്, പിശാച് പോലും പ്രഭാപൂർണനായ മാലാഖയായി വേഷം കെട്ടാറുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ അനുയായികൾ, അവൻ്റെ ശുശ്രൂഷകർ ആയി വേഷം കെട്ടാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷ യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കാതെയാവണം, കഷ്ടതകൾ സഹിച്ചുകൊണ്ടാകണം. ജീവിതത്തെ അർപ്പിക്കുന്നതും അപ്രകാരം തന്നെയാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും സുവിശേഷ പ്രഘോഷണമാണ്. ആ പ്രഘോഷണത്തിൽ അവരന് വേണ്ടി സ്വയം അർപ്പിക്കുന്നതാവണം ജീവിതം. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാല ചെയ്തിടുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇപ്രകാരം അവരന് വേണ്ടി ആയിത്തീരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ശുശ്രൂഷകരായിട്ട് നാം മാറുക, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായിട്ട് നാം മാറുക. അല്ലാതെയുള്ളവ ഭൗതിക സ്നേഹമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്നാണ് സുവിശേഷം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ക്രിസ്തുവിലായിത്തീരാൻ, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ജീവിതമായിത്തീരാൻ, അവരനെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ പ്രതി സ്നേഹിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.